ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചീരച്ചേമ്പാണ് കേട്ടോ. അത് ചീരച്ചേമ്പ് വെച്ചിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്, തോരൻ. അപ്പോൾ ഇതാണ് ചീരച്ചേമ്പ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക? ഇതിനടിയിലൊന്നും ഉണ്ടാവില്ല. ഇത് ന്യൂട്രീഷ്യസ് ആണ്. അപ്പം നമ്മൾ ചീരകളിൽ തന്നെ രാജാവാണ് ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ. അത് കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു വിവരങ്ങളൊക്കെ കിട്ടിയത് ഈ ഒരു ടൈമിലാണ്. അപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് നോക്കുന്നതും കഴിക്കുന്നതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുളക് നമ്മളവിടുന്ന് പറിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ സൈഡിലുള്ള ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെക്കാം. തണ്ട് വേറെയും അതേപോലെ ലീഫ് വേറെ ആയിട്ട് കട്ട് ചെയ്യുക. കാരണം തണ്ടിന് കുറച്ചുകൂടെ വേവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതുവരെ ഇത് വെച്ച് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ടൈമിലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ബാക്കി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് വെച്ചത്. അതേപോലെ പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് സവോളയാണ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക്, പിന്നെ നമ്മൾ ലീഫ് കട്ട് ചെയ്ത് വെച്ചതും. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പം നമ്മൾ വെളുത്തുള്ളി, സവോള, പച്ചമുളക് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇതേപോലത്തെയൊക്കെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഏകദേശം സെറ്റായി വരുന്ന ഒരു ടൈമിൽ നമുക്കിതിലേക്ക് തണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് കുറച്ചേരം അടച്ച് വേവിക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ തണ്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം കുറച്ചേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ ഇത് വാടി കിട്ടും. അപ്പോൾ ഇത് വാടിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ച് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് വെന്ത് വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.